അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളെല്ലാം മനസ്സിലാക്കുന്നത് നല്ലത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ മുൻപ് തന്നെ ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും പറയുകയും ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള രണ്ട് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഒന്ന്, ഇത്രയും അധികം വിദ്യാർത്ഥികൾ എഴുതുന്നൊരു എക്സാം, 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതുന്നൊരു എക്സാം എന്ന് പറയുമ്പോൾ ഏതാണ്ട്, പക്ഷേ ഒരു കണക്കിന് ഇപ്പോൾ ഉള്ള വിദ്യാർത്ഥികളുടെ ഈ ഓവർ ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ, എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള ടെൻഷൻ ഒഴിവാക്കാൻ 100% ഓൺലൈൻ എക്സാം നല്ലതാണ്. കാരണം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓൺലൈൻ എക്സാം എന്നുള്ളതിന് NTA ഇതുവരെ മെഡിക്കലിന് മുതിരാത്തത്. മറ്റുള്ളൊരു ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ 2026 നടക്കുമെന്നുള്ളതാണ് ഇതുവരെ, ഇന്ന് ഈ നിമിഷം വരെ നമുക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പുകൾ. സർ, ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ ചോദിച്ചോട്ടെ ഒരു ചോദ്യം. ഇൻ കേസ് ഇതൊരു ഓൺലൈൻ എക്സാം ആക്കിയാൽ, പക്ഷേ അതിൻ്റെ നെഗറ്റീവ് വശം എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചുള്ളൂ റാങ്ക് ലിസ്റ്റ്, പല എക്സാമുകളിൽ നിന്ന് ഒരൊറ്റ റാങ്ക് ലിസ്റ്റ് ഉണ്ടാകുമ്പോൾ ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 166ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നീറ്റ് 2026 വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രേക്ഷകരെന്ന് പറയുന്നത്. തീർച്ചയായും അവരറിയാൻ അടുത്ത അധ്യയന വർഷത്തിൽ 26-27 അധ്യയന വർഷത്തിൽ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ ചേരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപറ്റം മലയാളി വിദ്യാർത്ഥികൾ, അവരുടെ പേരൻസുമാണ് ഇനി നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ളത്. അതെ, അതിൽ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ബോർഡ് എക്സാം എഴുതേണ്ട വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ +2-ന് ശേഷം 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ഒരു പ്രത്യേക ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് തന്നെ നീറ്റിനെ ഫോക്കസ് ചെയ്യുന്നവരുണ്ട്. അതെ, 2025 വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ജസ്റ്റ് 1-2 മാർക്കിനൊക്കെ സ്കിപ്പ് ചെയ്ത് പോയവരുണ്ട്. അതെ, മറ്റുള്ള കോഴ്സുകളൊക്കെ ചേർന്ന് നിന്നിട്ട് പിന്നെയും ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ പല വിഭാഗത്തിലുള്ള വ്യക്തികളാണ് 2026 മെയ് 3 എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ളത്. യെസ്. അപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക്, മാതാപിതാക്കൾക്ക് നമുക്ക് ഒരുപക്ഷെ ഏറ്റവും ആധികാരികമായിട്ട് അറിയാൻ ആഗ്രഹം എന്ന് പറയുന്നത് ഒരുപക്ഷെ നീറ്റിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തെല്ലാമാണ്, എന്തൊക്കെ ആപ്ലിക്കേഷൻസ് നമ്മൾ സമർപ്പിക്കണം, എപ്പോഴാണ് ഇതിൻ്റെ ഡേറ്റുകളും കാര്യങ്ങളും എന്നൊക്കെയാണ്. 2025 അല്ലെങ്കിൽ 2024 ഒക്കെ ഒരു പ്രോസസ്സ് നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അത് വെച്ചിട്ടായിരിക്കും എപ്പോഴും അലോട്ട്മെൻ്റ് ആണെങ്കിൽ ഏത് സമയത്താണെങ്കിലും നമ്മൾ സംസാരിക്കുന്നതെല്ലാം മുൻ വർഷത്തെ അനുഭവ പരിചയം വെച്ചിട്ട് മാത്രമായിരിക്കും. 2026 എല്ലാം ഇതുപോലെ ആയിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ മുൻ വർഷങ്ങളിലെല്ലാം ഏതാണ്ട് ഇതിനനുസരിച്ച് തന്നെയാണ് ആപ്ലിക്കേഷനും പരീക്ഷയും അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളുമൊക്കെ നടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടൊരു ദിശാബോധത്തോടു കൂടി തന്നെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം 2026 വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നവരുടെ പഠിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈമിലൂടെ കടന്നു പോവുകയാണ്. ഒരുപക്ഷെ അവർ ആപ്ലിക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ സീറ്റുകളെക്കുറിച്ചോ ഒന്നും ഒരുപക്ഷെ ഫോക്കസ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയം പോലും ആയിരിക്കണം എന്നില്ല. പ്രത്യേകിച്ചും ബോർഡ് എക്സാം ഒക്കെ എഴുതുന്ന വ്യക്തികൾ അതിന് വേണ്ട തയ്യാറെടുപ്പിൻ്റെ ഒക്കെ ഒരു സമയമാണ്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഈ സാധ്യതകളെല്ലാം 2025 എന്തൊക്കെയാണ് സംഭവിച്ചത്, അതിൻ്റെ സാധ്യതകളെല്ലാം വിലയിരുത്തുന്നത് എപ്പോഴും നല്ലത് തന്നെ ആയിരിക്കും. കാരണം അതിന് വേണ്ടിയിട്ടൊരു മാർക്ക് ഇത്ര വേണം, റാങ്ക് ഇത്ര വേണം എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും റിസർവേഷനെ കുറിച്ചാണെങ്കിലും പലതരം കാറ്റഗറികളെ കുറിച്ചാണെങ്കിലും ഫീസില്ലാതെ പഠിക്കാൻ പറ്റുന്നതിനെ കുറിച്ചാണെങ്കിലും ESI കുറിച്ചാണെങ്കിലും NRI സീറ്റിനെ കുറിച്ചൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള സാധ്യതകളും ഉണ്ട്. മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകളെല്ലാം മനസ്സിലാക്കുന്നത് നല്ലത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ മുൻപ് തന്നെ ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും പറയുകയും ചെയ്യുന്നത്. അപ്പോൾ 2026 മെയ് 3 എക്സാം. അപ്പോൾ തീർച്ചയായിട്ടും 20 ലക്ഷം വിദ്യാർത്ഥികൾ, 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എന്നൊരു എക്സാം തീർച്ചയായിട്ടും ഓഫ്ലൈനായിട്ട് നടത്താൻ തന്നെ ആയിരിക്കും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ മുമ്പിലുള്ള ഒരു ഉദ്ദേശം. അതനുസരിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതും. സർ, ശരിക്കും പറഞ്ഞാൽ നീറ്റ് 2024 ശേഷം വളരെ ചർച്ചാവിധേയമായ ഒരു കാര്യമാണ് ഈ ഒരു ഓൺലൈനിലേക്ക് നീറ്റ് വരുന്നു എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം 2026 അത് പ്രാബല്യത്തിൽ വരില്ല എന്നല്ലെങ്കിൽ അങ്ങനെ ഒരു അല്ല, തീർച്ചയായിട്ടും സുപ്രീം കോടതി ഈയിടയ്ക്കും പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റും പറഞ്ഞിട്ടുണ്ട്, നീറ്റ് എക്സാം ഓൺലൈൻ ആക്കാനുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കണം. ഓൺലൈൻ ആക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നന്നായിരുന്നു എന്നുള്ളത് ഏറ്റവും അടുത്ത് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റെയും ഇതിനൊരു കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. അതും ഓൺലൈൻ എക്സാം തന്നെ നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പക്ഷേ അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള രണ്ട് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഒന്ന് ഇത്രയും അധികം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു എക്സാം, 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു എക്സാം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 20 ദിവസത്തോളം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 15 ദിവസമെങ്കിലും നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിലൂടെ മാത്രമേ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ എക്സാം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ഏതാണ്ട് 30ഓളവും സെറ്റ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കേണ്ടതായിട്ട് വരും. ഇത്രയും ഷിഫ്റ്റുകൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓൺലൈൻ എക്സാമിലോട്ട് മാറ്റുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പല എക്സാമുകളെ ഒരു വിദ്യാർത്ഥി ഫോക്കസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചാൻസും കൂടെ കൊടുക്കാൻ നിർബന്ധിതരാകും. കാരണം 30 എക്സാമിൽ നിന്ന് അല്ലെങ്കിൽ 20 എക്സാമിൽ നിന്ന് ഒരു റാങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന വിദ്യാർത്ഥികൾക്കുണ്ടാകാവുന്ന നഷ്ടം നികത്താനായിട്ട് ഒരു ചാൻസും കൂടെ, ഇപ്പോൾ ജെയിമെയിൻ 2 ചാൻസാണ്, അതിൻ്റെ ഏറ്റവും ഉയർന്ന പെർസെൻറ്റേജ് സ്കോർ എടുക്കുന്നത്. അപ്പോൾ ഇനി മറ്റൊരു എക്സാമും കൂടെ വിദ്യാർത്ഥികൾക്ക് നടക്കേണ്ടി വന്നാൽ അത് വീണ്ടും ഇതിൻ്റെ കാലതാമസം കൂട്ടുകയും ചെയ്യും. പല എക്സാമിൽ നിന്ന് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ധാരാളം ഭവിഷ്യത്തുകളുണ്ടാവും. പക്ഷേ ഒരു കണക്കിന് ഇപ്പോൾ ഉള്ള വിദ്യാർത്ഥികളുടെ ഈ ഓവർ ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ, എക്സാമിനെ ഫേസ് ചെയ്യാനുള്ള ടെൻഷൻ ഒഴിവാക്കാൻ 100% ഓൺലൈൻ എക്സാം നല്ലതാണ്. കാരണം സമയലാഭം, ഒരു ആൻസർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാനുള്ള അവസരം, എപ്പോൾ വേണമെങ്കിലും റീതിങ്ക് ചെയ്യാനുള്ള അവസരമൊക്കെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് എക്സാം എഴുതാനായിട്ട് ഓൺലൈൻ ആണെങ്കിൽ പറ്റും. പക്ഷേ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറത്താണ്. ഇത്രയും ലക്ഷം വിദ്യാർത്ഥികളെ 2 ചാൻസ് കൊടുത്തിട്ട് പരീക്ഷ നടത്തുക എന്നുള്ളത്. ഇപ്പോൾ 2024 PG എക്സാം, മെഡിക്കലിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എക്സാം നടത്തിയപ്പോൾ 2 ഷിഫ്റ്റായിട്ട് 2024 നടത്തിയത്. അപ്പം അതിൽ ധാരാളം വിവാദങ്ങൾ ഉണ്ടാവുകയും 2025 ഡേറ്റ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്യും, ഒറ്റ ഷിഫ്റ്റിൽ നടത്താൻ പറ്റുകയാണെങ്കിൽ മാത്രമേ എക്സാം നടത്താവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇത്തവണത്തെ PG ഒറ്റ എക്സാമിലാണ് നടത്തിയത്. കാരണം ഇത്രയധികം വിദ്യാർത്ഥികൾ പല പരീക്ഷ എഴുതുന്നിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാകുന്നതിൻ്റേതായിട്ടുള്ള അതിൻ്റെ ഒരു ഏകീകരണം അത്രയധികം സാധ്യമല്ലാത്തത് കൊണ്ടായിരിക്കാം കോടതി പോലും അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മെയ് 3 ഓഫ്ലൈനായിട്ട് നടക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. സാർ, അതുപോലെ തന്നെ ഇപ്പോൾ ജെയ്മെയിൻ ആവട്ടെ, വർഷങ്ങളായിട്ടൊരു ഓൺലൈൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പോകുന്നത്. അത് വിജയിക്കുന്ന ഒരു സിസ്റ്റം. ജെയ്മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പലതരത്തിലുള്ള കോളേജുകൾ, പലതരത്തിലുള്ള കോഴ്സുകൾ, 23 IITകൾ, 31 NITകൾ, ട്രിപ്പിൾ ITകൾ, സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ പോലുള്ള ധാരാളം കോഴ്സുകൾ. അപ്പം ഒന്ന് കിട്ടിയില്ലേ, ഇപ്പം IIT മുംബൈ കിട്ടിയില്ലെങ്കിലും മദ്രാസ്, ഡൽഹി പോലുള്ള അത്രയും IITകളുണ്ട്. ഇതില്ലെങ്കിൽ NITകൾ അത്രത്തോളം ഉണ്ട്. അത്രത്തോളം അവിടെയെല്ലാം കോഴ്സുകളുണ്ട്. ഒരൊറ്റ ഫോക്കസിലൂടെ അല്ല വിദ്യാർത്ഥി പോകുന്നത്. അവന് ധാരാളം ഓപ്ഷൻസ് ഉണ്ട് ജെയ്ക്ക്. പക്ഷെ മെഡിക്കലിനോ 20 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്നതും ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. MBBS എന്ന് പറയുന്ന ഒരൊറ്റ കോഴ്സിന് വേണ്ടിയിട്ടാണ്. അവർ ചിലപ്പോൾ പല കോഴ്സുകൾക്കൊക്കെ ആയിരിക്കാം പ്രവേശനം നേടുന്നത്. എങ്കിൽ പോലും ആ എഴുതുന്നവരുടെ എല്ലാം ആഗ്രഹം MBBS എന്നുള്ളത് തന്നെയാണ്. അതും പറ്റുമെങ്കിൽ എയിംസ് ഡൽഹി. ഒരു മെഡിക്കൽ എന്നുള്ള സ്വപ്നം കാണുമ്പോൾ തന്നെ അയാൾ കേൾക്കുന്നതും അയാൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും എയിംസ് ഡൽഹി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പം ഇത്രയധികം വിദ്യാർത്ഥികൾ ഒരു എക്സാമിലൂടെ ഒരൊറ്റ കോഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിലെ പ്രവേശനം നോക്കുമ്പോൾ പല പരീക്ഷകൾ നടത്തിയിട്ട് റാങ്ക് ലിസ്റ്റ് ഏകീകരിക്കുക എന്ന് പറയുന്നത് അപ്രാപ്യമാകുകയും ഇതിനേക്കാളൊക്കെ വലിയൊരു വിവാദത്തിലോട്ടത് മാറിപ്പോകാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊരു കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടും കേന്ദ്ര ഗവൺമെൻറ് ശുപാർശ ചെയ്തിട്ടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അതിന് മുതിരാത്തത്. പല എക്സാമുകൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊക്കെ എക്സാമുകളുമായിട്ട് കമ്പയർ ചെയ്യുകയും അതിലൂടെ ചില ദിവസത്തെ എക്സാമുകൾ ചിലർക്ക് അത് ഗുണകരമാകും, മറ്റു ചിലർക്ക് ദോഷകരമാകും. പെർസെൻറ്റേജ് സ്കോർ എടുത്ത് നോർമലൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ പോലും പല ദിവസത്തെ എക്സാമിനോട് ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തരംതിരിവുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓൺലൈൻ എക്സാം എന്നുള്ളതിന് NDA ഇതുവരെ മെഡിക്കലിന് മുതിരാത്തത്. മറ്റുള്ളൊരു ഓപ്ഷൻ ഇല്ല, ഒരൊറ്റ കോഴ്സേ ഉള്ളൂ അതിൽ കൂടെ വിദ്യാർത്ഥികൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് മെയ് 3 ഓഫ്ലൈനായിട്ട് തന്നെ നടക്കാനായിരിക്കാൻ സാധ്യത. ഇല്ലെങ്കിൽ ഒരൊറ്റ ദിവസം 20 ലക്ഷം വിദ്യാർത്ഥികളും ഒരു പരീക്ഷ എഴുതുന്ന ഒരു അത്രത്തോളവും കമ്പ്യൂട്ടർ സെൻറ്ററുകൾ, കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയും എക്സാം നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ
ഓക്കെ. അപ്പം ജെഇ അഡ്വാൻസ്ഡ് നടക്കുന്നത് അങ്ങനെയാണ്. അതെ. ഒരൊറ്റ ദിവസം 2.5 ലക്ഷം വിദ്യാർത്ഥികളും പരീക്ഷ എഴുതുക, ഒരൊറ്റ എക്സാം എഴുതുന്നത്. അതെ. അപ്പം ആ റാങ്ക് ഏറ്റവും ന്യായീകരിക്കത്തതാണ്. പക്ഷേ നമുക്ക് മൊത്തം വിദ്യാർത്ഥികൾ ഒരൊറ്റ ദിവസം ഒരൊറ്റ ഷിഫ്റ്റിൽ എക്സാം എഴുതാനുള്ള നിലവിൽ ഇന്ത്യയിൽ അങ്ങനെയൊരു സാഹചര്യമില്ല. അതുകൊണ്ട് മെയ് 3-ാം തീയതിയും ഓഫ്ലൈനായിട്ട് നടക്കാൻ തന്നെയായിരിക്കും സാധ്യത എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതനുസരിച്ചാണ് നമ്മൾ തയ്യാറെടുപ്പുകൾ മുന്നോട്ട് പോകുന്നത്. എങ്കിൽ പോലും നമുക്ക് മുമ്പിൽ നീറ്റ് എക്സാമിൻ്റെ വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത് പരിഷ്കരിക്കാൻ നിയമിച്ച കമ്മിറ്റിയുടെ ശുപാർശ ഓൺലൈൻ ആക്കണമെന്നുള്ള ശുപാർശയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും അടുത്തുള്ളൊരു നിർദ്ദേശം വരികയും ചെയ്തു. ആ കമ്മിറ്റിയുടെ ശുപാർശകളൊക്കെ നടപ്പാക്കാൻ തുടങ്ങണം. ഓൺലൈനിലോട്ട് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റണം. ചാൻസുകൾ, കാരണം ഇപ്പം ഏത് പ്രായത്തിലും നീറ്റ് എക്സാം എഴുതാം, എത്ര ചാൻസ് വേണമെങ്കിലും എഴുതാം. അത് കുറയ്ക്കുക, 3 ചാൻസോ 4 ചാൻസോ എന്നുള്ളത് കൊണ്ടുവരിക. അങ്ങനെയുള്ള ശുപാർശകളൊക്കെ നടപ്പിലാക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് എന്നുള്ളത് പറയുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഒന്നും ഫൈനലായിട്ടില്ല. ഒന്നിനെക്കുറിച്ചും ഫൈനലായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. നിലവിൽ നമ്മളുടെ മുമ്പിലിരിക്കുന്നത് 2025 എങ്ങനെ നീറ്റ് എക്സാം നടന്നോ അതുപോലെ തന്നെ 2026 നടക്കുമെന്നുള്ളതാണ് ഇതുവരെ, ഇന്ന് ഈ നിമിഷം വരെ നമുക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പുകൾ. സാർ, ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ ചോദിച്ചോട്ടെ ഒരു ചോദ്യം. ഇൻ കേസ് ഇതൊരു ഓൺലൈൻ എക്സാം ആക്കിയാൽ ബ്രില്യൻ്റ് അതിനെ എങ്ങനെ വിദ്യാർത്ഥികളിലേക്ക് കൂടുതൽ? തീർച്ചയായിട്ടും ഓൺലൈൻ ആക്കണമെന്നുള്ള താല്പര്യത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ എക്സാം ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് 100% അത് ബെനിഫിറ്റാണ്. സമയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എക്സാം ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പം നെഗറ്റീവിനെ ഏറ്റവും കുറയ്ക്കാനായിട്ട് ഓൺലൈൻ എക്സാം സഹായിക്കും. തീർച്ചയായിട്ടും ഓൺലൈനിലോട്ട് മാറ്റണമെന്നുള്ള രീതി തന്നെയാണ് നമ്മളുടേതും. അങ്ങനെ മാറ്റിയാൽ ഇന്ന് 3 മണിക്കാണ് തീരുമാനം വരുന്നതെങ്കിൽ ഇന്ന് 4 മണി തൊട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെ നടക്കുന്ന എക്സാം നമ്മൾ ഓൺലൈനാക്കും. കാരണം നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെല്ലാം റെഡിയാണ്. ഓൺലൈനായിട്ട് തന്നെ നമ്മൾ പരീക്ഷകൾ, ഓൺലൈൻ ബാച്ചുകൾ തന്നെ നമുക്കുണ്ട്. ഓൺലൈനായിട്ട് എല്ലാ എക്സാമുകളും നമ്മുടെ ഈ ലേണിംഗ് ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ എന്നിവിടെ ജോയിൻ ചെയ്തു അന്ന് മുതൽ അവർ ഓൺലൈനിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ ലേണിംഗ് ആപ്പിനകത്ത് എല്ലാ ചാപ്റ്ററിലെയും 4 ലെവൽ ക്വസ്റ്റ്യൻസ് ഓൺലൈനായിട്ട് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഫുൾ മോഡൽ എക്സാമുകൾ കിടപ്പുണ്ട്. പ്രീവിയസ് ഇയർ കഴിഞ്ഞ വർഷങ്ങളിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ലേണിംഗ് ആപ്പിനകത്ത് ഓൺലൈനായിട്ട് കിടപ്പുണ്ട്. ഇവർക്ക് നമ്മുടെ ERP ഉപയോഗിച്ച് എപ്പോൾ വേണമെങ്കിലും ഓൺലൈൻ എക്സാം പ്രാക്ടീസ് ചെയ്യാം. ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത നിമിഷം മുതൽ നമ്മളുടെ ഫുൾ സിസ്റ്റം അങ്ങോട്ട് മാറാനുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും തന്നെയാണ് ബ്രില്യൻ്റ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് ആശങ്കകളില്ല. തീരുമാനം വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് പിള്ളേർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ധാരാളം സമയം കിട്ടും. ഓൾറെഡി കുട്ടികളെല്ലാം പ്രിപ്പയർഡ് ആണ് താൻ. അതുകൂടാതെ നമുക്കറിയാം, ഇപ്പം ഈ ലേണിംഗ് ഇവർക്കെല്ലാം ടാബ് ഇവരുടെ കയ്യിലുണ്ട്. ഇതുകൂടാതെ നമ്മുടെ എല്ലാ സെൻറ്ററുകളിലും ഏറ്റവും കുറഞ്ഞ ഒരു 200-250 പേർക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സെൻറ്ററുകളിലെല്ലാം ഇവിടെ നമുക്കറിയാം ഏതാണ്ട് 2000-2500-ലധികം കമ്പ്യൂട്ടറുകളുള്ള ലാബുകൾ പാലാ സെൻറ്ററിൽ വർക്കിംഗ് ആണ്. ജെഇ വിദ്യാർത്ഥികളെല്ലാം ഓൺലൈനാണുള്ള എക്സാം പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ സെൻറ്ററുകളിലും ഓൺലൈൻ ലാബുകൾ അവൈലബിൾ ആണ്. പാലായിലും അവൈലബിൾ ആണ്. ഇവരുടെ എല്ലാം ടാബുകളും ഉണ്ട്. ഓൺലൈനിലോട്ട് മാറിക്കഴിഞ്ഞാലും യാതൊരു തരത്തിലും നമ്മളെ ബാധിക്കില്ല. വിദ്യാർത്ഥികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും നല്ലത് ഓൺലൈൻ ആക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് വശം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ളൂ റാങ്ക് ലിസ്റ്റ്, പല എക്സാമുകളിൽ നിന്ന് ഒരൊറ്റ റാങ്ക് ലിസ്റ്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകാവുന്ന ഈ പെർസെൻറ്റേജ് സ്കോർ അനുസരിച്ച് നോർമലൈസ് ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാകുമ്പോഴുള്ള ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ചുള്ള ചർച്ചകൾ അത് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ ഇത്രയും വിദ്യാർത്ഥികൾക്ക് എക്സാം നടത്തുക, അവർക്ക് 2 ചാൻസ് കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ കാലതാമസം ഉണ്ടാവും. മെയ്യിലും ജൂലൈയിലും ഒക്കെ പരീക്ഷ നടത്തി ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന് അലോട്ട്മെൻറ്റ് നടത്തി ഒരു അക്കാഡമിക് ഇയർ തുടങ്ങാനായിട്ടുള്ള സാഹചര്യമൊക്കെ മുൻകൂട്ടി കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ മെയ് 3-ാം തീയതി ഓഫ്ലൈനായിട്ട് എക്സാം നടക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നത്. സാർ, ഇപ്പോൾ നീറ്റ് എക്സാം എന്ന് പറയുന്ന ഒരൊറ്റ പരീക്ഷയാണെങ്കിലും ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വൈഡാണ്. നമ്മൾ പല സൈറ്റുകളിൽ അപ്ലൈ ചെയ്യാനാണ്. തീർച്ചയായിട്ടും. കാരണം ഈ മെയ് 3 നടക്കുന്ന അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ NEET.NTA.NIC.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഒരു വിദ്യാർത്ഥി പ്രവേശനം നേടുന്നത് മറ്റു ധാരാളം വെബ്സൈറ്റുകൾ വഴിയാണ്. ഗവൺമെൻറ് മേഖലയാണെങ്കിൽ സ്വകാര്യ മേഖലയായിരിക്കാം, മാനേജ്മെൻറ്റ് സീറ്റ് ആയിരിക്കാം, AFMC ആയിരിക്കാം, ESI ആയിരിക്കാം, അങ്ങനെ ധാരാളം
നമ്മുടെ ആപ്ലിക്കേഷനുകളുണ്ട്. സാർ അതുപോലെ തന്നെ ഇപ്പോൾ നീറ്റ് എക്സാം വരുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ എക്സാമിന് മുന്നോടിയായിട്ട് അപ്ലൈ ചെയ്ത് വെക്കേണ്ട ചില സൈറ്റുകളുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ധാരാളം സീറ്റുകൾ ഇപ്പം സ്റ്റേറ്റ് കോട്ട വഴിയുള്ള സീറ്റുകളും ഓൾ ഇന്ത്യ കോട്ട വഴി സീറ്റുകളും ഒക്കെ ധാരാളം അലോട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്, റിസൾട്ട് വന്നു കഴിയുമ്പോൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്, അതുപോലെ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവബോധം തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. 1-2 പേരെങ്കിലും ഈ ഒരു അറിവില്ലായ്മ മൂലം ചിലപ്പം ഏറ്റവും കിട്ടേണ്ട അഡ്മിഷന് കിട്ടാതെ പോകാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എവിടെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, നമ്മളുടെ മാർക്കിനനുസരിച്ച് പരീക്ഷ കഴിഞ്ഞിട്ടേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചില പ്രിക്കോഷൻസ് എടുക്കണം അല്ലേ. ചില നമ്മൾ ബാക്കിയുള്ള ചില സീറ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മളൊരു കരുതലുണ്ടാക്കി വെക്കണം. അപ്പോൾ ഇതിനു മുമ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാവരുടെയും ഒരു ആങ്സൈറ്റി തന്നെയാണ്. ഈവൻ മാനേജ്മെൻറ്റ് സീറ്റായിരിക്കാം, NRI സീറ്റായിരിക്കാം, പല വിധത്തിലുള്ള സീറ്റുകളായിരിക്കാം. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന പക്ഷം അതിനെന്താണ് നമ്മൾ കരുതി വെക്കേണ്ടതല്ല അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും പേരൻസ് അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. കോമൺ ആയിട്ട് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നീറ്റിനാണല്ലോ ആദ്യം എന്താണല്ലോ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ 2026 ഫെബ്രുവരി 1 നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ neet.nta.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങും. അത് അപ്ലൈ ചെയ്യുന്ന ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാവരും ചെയ്യണം, കോമൺ ആണല്ലോ. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. പരീക്ഷ നടത്തുക, റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുക. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷ നടത്തുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് പരീക്ഷ നടത്തിപ്പ് വേണ്ടിയിട്ടും റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് neet.nta.nic.in. അതിനകത്താണ് നമ്മൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത് ഫെബ്രുവരി 1 സാർ ഇപ്പോൾ നീറ്റ് എഴുതുന്നൊരു കോമൺ ആയിട്ടുള്ള വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വേണ്ടി വരും? ഈ നീറ്റിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചർ, അതുപോലെ തന്നെ ക്ലാസ് 10ൻ്റെ മാർക്ക് ലിസ്റ്റ്, പിന്നെ ആധാർ ഉണ്ടെങ്കിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ആധാർ അല്ല വേറൊരു ID പ്രൂഫാണ് കൊണ്ടുപോകേണ്ടതെങ്കിൽ ആ ID പ്രൂഫ് പാസ്പോർട്ടോ അല്ലെങ്കിൽ വേറെ ഇലക്ഷൻ ID കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ അങ്ങനെയുള്ള വേറൊരു ID ആണ് കൊണ്ടുപോകുന്നതെങ്കിൽ അത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. കോമൺ ആയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ് അത്രേ പറയാറുള്ളൂ. പിന്നെ 10 വിരലിൻ്റെ ഇംപ്രഷൻ കോമൺ ആയിട്ട് പറയുന്നത്. അപ്പം അതൊക്കെ ആ സമയത്തേക്ക് റെഡിയാക്കിയാലും മതിയാകും, നേരത്തെ എടുത്തു വെക്കണം നിർബന്ധമൊന്നുമില്ല. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ്, 10 ഫിംഗേഴ്സിൻ്റെ ഇംപ്രഷൻ, സിഗ്നേച്ചർ, ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ്, ഇത്രയാണ് നോർമലായിട്ട് എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സാർ ഇപ്പോൾ ആധാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ പരീക്ഷ എഴുതുന്നൊരു വിദ്യാർത്ഥിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആധാർ അപ്ഡേറ്റ് ചെയ്യണം, ആധാറിൻ്റെ ഇമ്പോർട്ടൻസ്. യെസ്. അപ്പോൾ സാർ നമ്മളിപ്പോൾ ആധാർ അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആധാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 എപ്പിസോഡിന് മുമ്പുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അതെ, എങ്കിൽ കൂടി ഒരിക്കൽ കൂടി എന്തായിരിക്കണം ആധാറും നീറ്റും തമ്മിൽ എത്രമാത്രം അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നൊരു കാര്യം നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു ദിവസം മെയ് 3 എന്ന് പറയുന്ന ഒരു ദിവസം ഏറ്റവും നല്ല കോൺസെൻട്രേഷനോടുകൂടി ഏറ്റവും നല്ല ആരോഗ്യകരമായിട്ട് പരീക്ഷ എഴുതേണ്ട ഒരു ആവശ്യകത ഭയങ്കരമാണ്. ബാക്കിയുള്ള എല്ലാ എക്സാമുകളെക്കാളും നീറ്റ് എക്സാമിന് ആ ഒരു ദിവസത്തെ പെർഫോമൻസിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പം അതിന് ഏറ്റവും നല്ല രീതിയിൽ ആ എക്സാം ഹാളിലിരുന്ന് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കേണ്ടത്. ഒരിക്കലും അത് NTA ചെയ്തു തരുമെന്നോ അവിടെ നിൽക്കുന്ന സൂപ്പർവൈസർമാർ ചെയ്തു തരുമെന്നോ അവിടെ നിൽക്കുന്ന മറ്റുള്ള സ്റ്റാഫുകൾ ചെയ്തു തരുമെന്നോ വിചാരിക്കരുത്. ഈ എക്സാം നമുക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് ഇതിന് വേണ്ട തയ്യാറെടുപ്പുകളും നമ്മൾക്കാണ് പ്രാധാന്യം. അപ്പോൾ ആ എക്സാം സെൻറ്ററിൽ കടന്നു ചെല്ലുമ്പോഴും ആ എക്സാം എഴുതുമ്പോഴും യാതൊരുവിധ ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഏറ്റവും നല്ല ശ്രദ്ധയോടുകൂടി പരീക്ഷ എഴുതാൻ ആധാർ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മളൊരു 11:30-12 മണിക്ക് എക്സാം ഹാളിൽ ചെല്ലുമ്പം ഏറ്റവും ഈസി ആയിട്ട് എക്സാം ഹാളിനകത്തോട്ട് പോകാൻ സാധിക്കുക, നമ്മുടെ നിർദ്ദിഷ്ട റൂമിൽ ഇരിക്കാൻ സാധിക്കുക, നമ്മുടെ അഡ്മിറ്റ് കാർഡും ആധാറിലെ ഫോട്ടോയും ഒരുപോലെ, അതിൻ്റെ ഡേറ്റയെല്ലാം ഒരുപോലെ ഇരിക്കുക, ഇതൊക്കെ നമുക്ക് എത്രത്തോളം ആശ്വാസകരമായ കാര്യമാണ്. നേരെ മറിച്ച് നമ്മളുടെ ഫോട്ടോ വ്യത്യാസമുള്ളതാണ്, മറ്റൊരു ID പ്രൂഫാണ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്, നമ്മളുടെ ബയോമെട്രിക് ഇതുമായിട്ട് വെരിഫൈ ആകുന്നില്ല, ഇതുമായിട്ടൊരു മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല, നമ്മുടെ പേര് കറക്റ്റല്ല. അപ്പം എന്തെല്ലാം സാഹചര്യങ്ങൾ 2025 ഉണ്ടായിരുന്നു. 26-ന് JEE അപ്ലൈ ചെയ്തപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പം
ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇന്ത്യയിലുള്ള കുട്ടികളെ സംബന്ധിച്ചോളം, ഇന്ത്യയിൽ പരീക്ഷ എഴുതേണ്ട കുട്ടികളെ സംബന്ധിച്ചോളവും 100% അപ്ഡേറ്റ് ആയിട്ടുള്ള ആധാർ ആയിരിക്കണം. ക്ലാസ് 10ൻ്റെ മാർക്ക് ലിസ്റ്റും കുത്തും കോമയും സ്പേസും അടക്കം 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റും ആധാറിലെ പേരും ഒരുപോലെ ഇരിക്കണം. സ്പെല്ലിങ്, ഫോട്ടോ പുതിയതായിരിക്കണം, ബയോമെട്രിക് അപ്ഡേറ്റഡ് ആയിരിക്കണം, ആധാർ ഒരു മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ആയിരിക്കണം, നിർബന്ധമാണ്. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ്, പരീക്ഷ എഴുതാനായിട്ട് ഏറ്റവും നല്ലതാണ്, അഡ്മിഷൻ എടുക്കാനും ഫോട്ടോ ID പ്രൂഫായിട്ട് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ അതിന് സാഹചര്യമുണ്ട്. ഇപ്പം നമുക്ക് നവംബർ അവസാനമായുള്ളൂ. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അപ്ലൈ ചെയ്യാനും പരീക്ഷ എഴുതാനും ഒക്കെ ഇത് അപ്ഡേറ്റ് ചെയ്ത് കിട്ടാനായിട്ട് ഏറ്റവും നല്ല സാഹചര്യം. അതുകൊണ്ട് കുട്ടികളും നിങ്ങളുടെ കൂട്ടുകാരും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ ആരൊക്കെയാണോ ഈ ഒരു ബോർഡ് എക്സാമിൻ്റെ ഈ ഒരു സമയത്തൂടെ കടന്നു പോകുന്നത്, അവരോട് എല്ലാം നിങ്ങൾ പറയണം, ആധാർ അപ്ഡേറ്റ് ചെയ്യണം. ആധാറിനകത്ത് ഫോട്ടോ ഏറ്റവും പുതിയതായിരിക്കണം. അതുപോലെ തന്നെ ആധാറിൽ ബയോമെട്രിക് എൻറോൾമെൻറ്റ് ചെയ്തിരിക്കണം, ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അതൊരു ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ആയിരിക്കണം. കാരണം അതിനകത്തോട്ടൊരു OTP വരും. ആ OTP എൻ്റർ ചെയ്താലേ നമുക്ക് ആപ്ലിക്കേഷൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം. അത് നിങ്ങളും ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരോട് ചെയ്യാനായിട്ടും പറയുന്നത് ഏറ്റവും നല്ലൊരു സാഹചര്യമാണ് ഇപ്പോൾ. കാരണം ഇപ്പോൾ നവംബർ അവസാനമല്ലേ ആയിട്ടുള്ളൂ. സാർ, ഇപ്പോൾ നമ്മുടെ ഒരു 10ാം ക്ലാസ്സിലൊക്കെ ആധാർ അപ്ഡേറ്റ് ചെയ്തിരുന്നു ഒരു വിദ്യാർത്ഥി, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിരുന്നു. അങ്ങനെയുള്ളവർക്ക് എങ്ങനെയായിരുന്നു? അത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം നിർബന്ധമില്ല. ഇതെല്ലാം അപ്ഡേറ്റ് ആയിരിക്കണം. അതെ. ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തതാണെങ്കിൽ അതിനകത്ത് ഫോൺ നമ്പർ ലിങ്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കണം, ബയോമെട്രിക് ആയിട്ടുണ്ടോ എന്ന് നോക്കണം, ഫോട്ടോ ഏകദേശം ഇപ്പോൾ 12ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം മുഖം അതുപോലെ തന്നെയാണോ, ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതുകയാണെങ്കിൽ അവർക്ക് പിന്നെ ഇപ്പം അപ്ഡേറ്റ് ചെയ്യൊന്നും വേണ്ട. കാരണം ഈ ഒരു പ്രോസസ്സിലൂടെ തന്നെയാണ് അവർ കടന്നു പോയത്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് മാത്രം. ഏറ്റവും റീസെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് തന്നെ. സാർ, ഇപ്പോൾ നീറ്റിന് വിവിധ റിസർവേഷൻസ് ഉണ്ട്. നമ്മുടെ OBC നീറ്റിന് കോമൺ ആയിട്ടാണ്. ഇപ്പം കാറ്റഗറി അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ OBC 27% ഒരുമിച്ച് സംവരണം, EWS ആണെങ്കിൽ 10% ഒരുമിച്ച് സംവരണം, SC വിഭാഗം, ST വിഭാഗം, PWD വിഭാഗം, ഇങ്ങനെ ഇത്രയും കാറ്റഗറി ഉണ്ട്. പിന്നെ NRI അല്ലെങ്കിൽ OCI, ഇത്രയും കാറ്റഗറിയുള്ള OBC 27%, EWS റിസർവേഷൻ, SC റിസർവേഷൻ, ST റിസർവേഷൻ, PWD റിസർവേഷൻ, NRI അല്ലെങ്കിൽ OCI കാർഡ്, അതുപോലെ തന്നെ അൺറിസർവ്ഡ് കാറ്റഗറി, യാതൊരുവിധ റിസർവേഷനും ഇല്ലാതെ, ഇത്രയാണ് അതിനകത്ത് കാറ്റഗറി ഉള്ളത്. സാർ, ഇപ്പോൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ ഈ ഒരു കാറ്റഗറി വൈസ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ എത്രത്തോളം നേരത്തെ തയ്യാറാക്കി വെക്കണം? എങ്ങനെയാണ് അതിൻ്റെ കാര്യം? അഡ്മിഷൻ എടുക്കുന്ന സമയം നീറ്റിനെ സംബന്ധിച്ചോളം, ഓൾ ഇന്ത്യ തലത്തിലുള്ള ഇതിനെ സംബന്ധിച്ചോളം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വാലിഡ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ജനുവരിയിലോ 2026 ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഒക്കെ എടുത്ത ഏത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഈ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഇതിൻ്റെയൊക്കെ നമ്പർ കൊടുത്താൽ മതി. ഇപ്പോൾ OBC ആണെങ്കിൽ OBC സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ചോദിക്കും, അതിൻ്റെ ഡേറ്റ് ചോദിക്കും, ഇത് എവിടുന്ന് എടുത്തതെന്ന് ചോദിക്കും. ഇനി നമ്മൾ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ചോദിക്കും, ഡേറ്റ് ചോദിക്കും, എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിക്കും. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കാറില്ല. EWS ആണെങ്കിലും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് നമ്പറേ ചോദിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറേ ചോദിക്കുകയുള്ളൂ. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. SC ST അതുപോലെ തന്നെ. എന്നാൽ PWD ഭിന്നശേഷി വിഭാഗത്തിന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. UDID ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതനുസരിച്ച് സ്ക്രൈബിനെ വേണോ, ഒരു സഹായത്തിന് ആളെ വേണോ, അല്ലെങ്കിൽ സമയം കൂടുതൽ വേണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം PWD വിഭാഗക്കാരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് UDID സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ സൈറ്റിലോട്ടാണ് പോകുന്നത്. UDID സൈറ്റിലോട്ട് പോയിട്ട് സമയമാണോ കൂടുതൽ വേണ്ടത്, അവരുടെ ഈ ഭിന്നശേഷിയുടെ ഓരോ കാറ്റഗറി അനുസരിച്ചുണ്ടല്ലോ, അതനുസരിച്ചാണ്. PWD വിഭാഗത്തിന് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. എടുത്തിട്ടില്ലെങ്കിൽ അത് എടുക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ വേണ്ടത്
ഞാൻ പറഞ്ഞ പോലെ NRI അല്ലെങ്കിൽ OCI അതിൻ്റെ കാർഡ് അല്ലെങ്കിൽ NRIയുടെ ഡോക്യുമെൻറ്റ്സ് ആണ് കൂടുതലായിട്ട് വേണ്ടത്. സർ, ഇപ്പോൾ ഈ NRI എന്തിനായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? കാരണം നമുക്ക് നീറ്റ് ഓൾ ഇന്ത്യ കോട്ടയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ NRIയുടെ ഒരു പ്രാധാന്യം എത്രത്തോളം? നമ്മൾ പറഞ്ഞു പല ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്, തമിഴ്നാടുണ്ട്, കർണാടകമുണ്ട്, ആന്ധ്രയുണ്ട്, അങ്ങനെ ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ നീറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മൾ NRI എന്ന് കൊടുക്കുന്നത് ഡീംഡ് കോളേജുകൾ 59 ഡീംഡ് കോളേജുകളുണ്ട് ഇന്ത്യയിൽ. ഗവൺമെൻറ് കോളേജ് നമുക്കറിയാം 440ഓളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുണ്ട്, ഏതാണ്ട് 370ഓളം പ്രൈവറ്റ് കോളേജുകളുണ്ട്, 59 ഡീംഡ് കോളേജുകളുണ്ട്. കേരളത്തിൽ അമൃത, അതുപോലെ തന്നെ കർണാടകത്തിലാണ് ഏറ്റവും കൂടുതൽ ഡീംഡ് കോളേജുകളുള്ളത്, തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഡീംഡ് കോളേജുകളിൽ നോർമൽ ഫീസ് തന്നെ വളരെ കൂടുതലാണ്. 20 ലക്ഷത്തിന് മുകളിലാണ് വാർഷിക ഫീസ് തന്നെ. അവിടെ NRI ഫീസ് എന്ന് പറയുന്നത് 40 ലക്ഷത്തോളം കൂടുതലാണ്. എങ്കിലും നമുക്ക് മാർക്ക് കുറഞ്ഞു പോയാലും ഒരു ഡീംഡ് കോളേജുകളിൽ NRI സീറ്റ് ആഗ്രഹിക്കുന്നവർ മാത്രം നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ NRI എന്ന് വെച്ചിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തയ്യാറാക്കിയാൽ മതി. അതല്ലാതെ നമുക്കിവിടെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജുകളുണ്ട് അല്ലേ, കേരളത്തിലുള്ള ഇപ്പോൾ പുഷ്പഗിരി പോലെ, ബിലീവേഴ്സ് പോലെ, അമല പോലെ, ഗോകുലം പോലെ, അല്ലെ ജൂബിലി പോലെയൊക്കെയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ NRI കിട്ടാനായിട്ട് ഒരു കാരണവശാലും നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ NRI എന്ന് വെക്കേണ്ടതായിട്ടില്ല. നമുക്ക് നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നോർമൽ അൺറിസർവ്ഡ് എന്ന് വെച്ചിട്ട് ഇന്ത്യൻ എന്ന് വെച്ച് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. NRI എന്ന് നീറ്റിന് കൊടുക്കുന്നത് വളരെ ഉയർന്ന ഫീസിൽ 40 ലക്ഷത്തിനൊക്കെ മുകളിൽ ഡീംഡ് കോളേജുകളിൽ NRI കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ NEET.NTA.NIC എന്ന വെബ്സൈറ്റിൽ NRI എന്ന് വെക്കുന്നത്. അല്ലാതെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ പഠിക്കാൻ വേണ്ടിയിട്ട് NRI എന്ന് വെക്കേണ്ട സാഹചര്യമില്ല. സർ, ഇപ്പോൾ ഈ പറഞ്ഞൊരു NRIയുടെ പെർസ്പെക്റ്റീവിൽ ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ NRI സീറ്റിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല, പക്ഷേ NRI ആണ്, വർഷങ്ങളായിട്ട് വിദേശത്താണ് അദ്ദേഹം. ഒരു വിധപ്പെട്ട എനിക്ക് തോന്നുന്നു എല്ലാവരും വിദേശത്തുള്ള നമ്മുടെ പ്രേക്ഷകരൊപ്പമുള്ള എല്ലാവരുടെ ഒരു സംശയമാണ്, അല്ലെങ്കിൽ അവർ ചോദിക്കുന്നൊരു ചോദ്യമാണത്. ഞാൻ NRI ആണ്, ഞാൻ വിദേശത്താണ്, വർഷങ്ങളായിട്ട് 20-25 വർഷമായിട്ട് ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്, അപ്പോൾ ഞാൻ NRI ആണ്. അങ്ങനെയാണെങ്കിൽ നാഷണാലിറ്റി എന്ന കോളത്തിൽ ഞാൻ എന്താണ് കൊടുക്കേണ്ടത്? +1 +2 പഠിച്ചത് മുഴുവൻ കുട്ടി പഠിച്ചത് വിദേശത്താണ്, അപ്പോൾ ഞാൻ ഈ നാഷണാലിറ്റി എന്നുള്ള കോളത്തിൽ എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. നമുക്ക് നീറ്റിന് അപ്ലൈ ചെയ്യുമ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് മേഖലയുടെ സീറ്റുകളോ മാനേജ്മെൻറ്റിൻ്റെ സീറ്റുകളോ ആണ് നോക്കുന്നതെങ്കിൽ, അല്ലെ കേരളത്തിലെ മറ്റു സീറ്റുകളാണ് നോക്കുന്നതെങ്കിൽ ഇന്ത്യൻ എന്ന് തന്നെ വെക്കാം. NRI ആയതുകൊണ്ട് NRI എന്ന് വെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം അവിടെ NRI എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചിലപ്പോൾ OBC റിസർവേഷനൊക്കെ കിട്ടാൻ പാടാം. നീറ്റിന് ഓൾ ഇന്ത്യ തലത്തിൽ ഇന്ത്യൻ എന്ന് വെക്കുന്നത് തന്നെയാണ് നല്ലത്. മാർക്ക് കുറയുന്നൊരു സാഹചര്യത്തിലും ഡീംഡ് കോളേജുകളിൽ NRI സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അവിടെ NRI എന്ന് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ വിദേശത്തുള്ളവരാണെങ്കിൽ പോലും, വിദേശത്ത് പഠിച്ചവരാണെങ്കിൽ പോലും ഇന്ത്യൻ എന്നാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. സർ, അതുപോലെ തന്നെ ഒരു സംശയം കൂടി, ഇപ്പോൾ OCI കാർഡ് നമ്മുടെ UK-ലും USA-ലും ഒക്കെ ഉള്ള ആളുകൾക്കുള്ള ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു OCI കാർഡുകാർ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്? അവരെന്തൊക്കെ ഡോക്യുമെന്റ്സ് തയ്യാറാക്കി വെക്കണം? അവർക്ക് ഗവൺമെൻറ് സീറ്റിൽ പഠിക്കാനുള്ള അർഹതയുണ്ടോ? അവർക്ക് അതുപോലെ ഗവൺമെൻറ് സീറ്റിൽ പഠിക്കാനുള്ള അർഹതയുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം ഈ കുടിയേറ്റം നമ്മൾ ധാരാളം ഒരു 40% നമ്മുടെ കുട്ടികൾ വെളിയിലുള്ള കുട്ടികൾ തന്നെയാണ്. വിദേശത്തും ഗൾഫ് മേഖലയിലും മറ്റുള്ള കൺട്രീസിൽ, യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ ആയിട്ടുള്ളവർ തന്നെയാണ് അപേക്ഷിക്കുന്നത്. അപ്പോൾ അവരുടെ മറ്റൊരു സംശയമാണ് ഈ OCI കാർഡ് സംബന്ധിച്ചിട്ടുള്ളത്. 2021 സുപ്രീം കോടതിയിൽ ഇതിനൊരു വലിയ കേസ് നടക്കുകയുണ്ടായി. കാരണം OCI കാർഡ് ഹോൾഡർ, ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ PIO, പേഴ്സൺസ് വിത്ത് ഇന്ത്യൻ ഒറിജിൻ, ഈ ഒരു വിഭാഗത്തിൽ വരുന്ന കുട്ടികൾ അവർക്ക് ഏത് സീറ്റാണ് കൊടുക്കേണ്ടത്? അവർക്ക് എങ്ങനെ ഗവൺമെൻറ് സീറ്റ് കൊടുക്കാൻ പറ്റും? അവർ ഇന്ത്യൻ നാഷണൽ അല്ല, നാഷണാലിറ്റി ഇന്ത്യൻ അല്ല. അവർക്ക് എങ്ങനെയാണ് ഗവൺമെൻറ് സീറ്റ് കൊടുക്കുക? അവർക്ക് എങ്ങനെ റിസർവേഷൻ കൊടുക്കും? അവർക്ക് എങ്ങനെ മൈനോറിറ്റി കൊടുക്കും? അവർക്ക് NRI സീറ്റുകൾ മാത്രമേ കൊടുക്കാവുള്ളൂ എന്നൊരു വാദപ്രതിവാദം വരികയും 2023 കോടതി അത് ആദ്യം പറഞ്ഞു OCI കാർഡ് ഹോൾഡർമാർക്ക് അല്ലെ PIOക്കാർക്ക് NRI സീറ്റ് മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. 2023 നീറ്റ് എക്സാം എഴുതി ഏറ്റവും അധികം മാർക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ കുട്ടിക്ക് പോലും
650 മാർക്കാണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ. ഗവൺമെൻറ് സീറ്റ് എവിടെ വേണേൽ കിട്ടുമായിരുന്നു. പക്ഷേ അന്നത്തെ നിയമപ്രകാരം, അന്നത്തെ സുപ്രീം കോടതിയുടെ നിയമപ്രകാരം ഗവൺമെൻറ് സീറ്റിന് അർഹതയില്ലാതെ പോയതുകൊണ്ട് അദ്ദേഹത്തിന് സെൽഫ് ഫിനാൻസിങ്ങിൽ പഠിക്കേണ്ടി വന്നു. ആ കുട്ടി ഇപ്പോൾ പഠിക്കുന്നുണ്ട്, ജൂബിലി പഠിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം വീണ്ടും അത് കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും പണ്ട് തൊട്ടേ ഉള്ള എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. 2021 മാർച്ച് 21 മുമ്പ് OCA ആയതാണെങ്കിൽ, 2021 മാർച്ചിന് മുമ്പ് OCA കാർഡ് ഹോൾഡർ ഉള്ള കുട്ടികളാണെങ്കിൽ അവരെ ഇന്ത്യനായിട്ട് പരിഗണിക്കാം. അവർക്ക് നാഷണാലിറ്റി ഇന്ത്യൻ എന്ന് കൊടുക്കാം, ഗവൺമെൻറ് സീറ്റ് കൊടുക്കാമെന്ന് സുപ്രീം കോടതി തിരിച്ച് വീണ്ടും വിധിക്കുകയും നിലവിൽ 2024-ലും 2025-ലും OCA കാർഡ് ഹോൾഡർ ആണെങ്കിലും PIO കാർഡ് ഹോൾഡർ ആണെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് നല്ല മാർക്കുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് സീറ്റ് കിട്ടും. അവർക്ക് നാഷണാലിറ്റി ഇന്ത്യൻ എന്ന് കൊടുക്കുകയും ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് കൊടുക്കാം. പക്ഷേ അവർക്ക് മൈനോറിറ്റിയോ മറ്റുള്ള സംവരണങ്ങളോ ലഭ്യമാവുകയില്ല. ജനറൽ സീറ്റുകൾക്കെല്ലാം ഗവൺമെൻറ് സീറ്റുകൾക്ക് അവർക്ക് ലഭ്യതയുണ്ടാകും. അങ്ങനെയുള്ള ഗവൺമെൻറ് സീറ്റുകൾ ഉൾപ്പെടെയുള്ളത് ഏതിനു വേണമെങ്കിലും അവർക്ക് അർഹതയുണ്ട്. അപ്പോൾ ഒരു OCA കാർഡ് ഹോൾഡർ ആണെന്ന് ഓർത്തുകൊണ്ട് 2021 മുമ്പുള്ള ഒരു OCA കാർഡ് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് സീറ്റ് ലഭിക്കും. 2021 മാർച്ചിന് ശേഷമാണ് ഏറ്റവും പുതിയതായിട്ടുള്ള OCA കാർഡ് ഹോൾഡർ ആണെങ്കിൽ, PIO കാർഡ് ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് കിട്ടിയാൽ പോലും NRA സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുമുള്ളൂ. സാർ ഇപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ കാറ്റഗറി എന്താണെന്ന് വളരെ വ്യക്തമായി. സാർ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു മൈനോറിറ്റി. ശരിക്കും എന്താണ് സാർ ഈ മൈനോറിറ്റി? അത് നമ്മുടെ കേരളത്തിൻ്റെ കീമിൻ്റെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പറയാതിരുന്നത്. തൊട്ടടുത്ത എപ്പിസോഡിൽ നമ്മൾ കേരളത്തിൽ വേണ്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. മൈനോറിറ്റി സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ കോളേജുകളിൽ ക്രിസ്ത്യാനികൾക്കുള്ള സംവരണം, മുസ്ലിം കുട്ടികൾക്ക് മുസ്ലിം കോളേജുകളിലുള്ള സംവരണം, അത് 35% അതേ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളെ ന്യൂനപക്ഷ കോളേജുകളാണെങ്കിൽ എടുക്കാവുള്ളൂ. ഒരു കോളേജ് ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെതാണെങ്കിൽ ആ സമുദായത്തിൽപ്പെട്ട 35% കുട്ടികളെ അവിടെ പഠിപ്പിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അത് റാങ്കിൻ്റെയും ഒക്കെ കൃത്യമായിട്ടുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ അവർക്ക് 30% ആ കുട്ടികളെ തന്നെയാണ് എടുക്കുന്നത്. അതാണ് മൈനോറിറ്റി സീറ്റ്. പക്ഷേ ഈ OCA കാർഡ് ഹോൾഡറോ PIO ആണെങ്കിൽ ഈ മൈനോറിറ്റി സീറ്റ് കിട്ടുകയില്ല. ഗവൺമെൻറ് സീറ്റും മറ്റുള്ള മെറിറ്റ് സീറ്റുകളും മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ സാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നീറ്റ് 2026 ആയിട്ട് വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷനും ഡോക്യുമെൻസും ഒക്കെ തയ്യാറാക്കി വെക്കേണ്ട ഒരു സമയം തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട സമയമാണ്. കാരണം ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് എടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അവരുടെ അക്കാഡമിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം വീട്ടിൽ നിന്നൊക്കെ മാറി നിന്നിട്ടുള്ള സാഹചര്യമൊക്കെ മനസ്സിലാക്കി പൂർണ്ണമായിട്ടും പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. ഇത്രയും ഒരു റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു അവസരം നമുക്ക് ഒരുപക്ഷെ മാർച്ച് ഏപ്രിലാകുമ്പോൾ കിട്ടില്ല. കാരണം എന്ത് പറഞ്ഞാലും നമ്മൾ ധാരാളം പരീക്ഷയിലൂടെയും വളരെ ബിസി ആയിട്ടുള്ളൊരു ഷെഡ്യൂളിലൂടെ ആയിരിക്കും പോകുന്നത്. ഇപ്പം നമുക്ക് അന്നത്തെ പാഠങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാനായിട്ടും നന്നായിട്ട് ധാരാളം ചോദ്യങ്ങളിലൂടെ കടന്നു പോകാൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ധാരാളം ചെയ്യാനുള്ള ധാരാളം സമയമുണ്ട്, സാവകാശമുണ്ട്. ഇപ്പം നമ്മൾ വളരെ റിലാക്സ് ചെയ്ത് പഠിക്കുന്ന സമയമാണ്. അപ്പം നമ്മൾ കണ്ടൻറ്റ് കൂട്ടുകയും വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട സമയമാണ്. പഠിത്തത്തിനെ കുറിച്ച് മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു പീക്ക് ടൈം തന്നെയാണ് ഡിസംബർ ജനുവരി എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പം വന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ശിവൻ സാർ ആദ്യം പറഞ്ഞ നീറ്റിൻ്റെ ഒരു ചെറിയൊരു ആശങ്ക, ഓൺലൈൻ ആകുമോ എന്നുള്ളൊരു ആശങ്ക. പക്ഷേ ബ്രില്യൻ്റ് അതിൽ എല്ലാ തരത്തിലും വിദ്യാർത്ഥികളോട് അത് ഏത് രീതിയിലോട്ട് മാറിയാലും, ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് പരിശീലിപ്പിച്ച് മാത്രമേ എക്സാം ഹാളിലോട്ട് വിദ്യാർത്ഥികളെ അയക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ തയ്യാറാക്കി വെക്കണം എന്നുള്ളതിൻ്റെ ഒക്കെ കാര്യങ്ങൾ, കാറ്റഗറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പം നമ്മൾ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ മാത്രമാണ് ഫെബ്രുവരി എന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. കർണാടകത്തിൻ്റെ കോളേജുകളിലൊക്കെ നമുക്ക് പ്രവേശനം വേണമെങ്കിൽ കർണാടകത്തിൻ്റെ ഗവൺമെൻറ് 15% ഓൾ ഇന്ത്യ കോട്ട വഴി പ്രത്യേകം അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ കർണാടകത്തിലെ മാനേജ്മെൻറ്റ് സീറ്റുകൾ 12 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കർണാടകത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിന് നമ്മൾ കർണാടകത്തിൻ്റെ സൈറ്റ് KEയുടെ സൈറ്റിൽ പ്രത്യേകം അപ്ലൈ ചെയ്യണം. അതിന് ഈ ഫെബ്രുവരിയിൽ ആപ്ലിക്കേഷൻ വരും. അങ്ങനെ മറ്റുള്ള ആപ്ലിക്കേഷൻസും ഉണ്ട്. ഇപ്പം നമ്മൾ നീറ്റ് മാത്രമാണ് ഈ ഒരു എപ്പിസോഡിൽ പ്രതിപാദിച്ചത്. കർണാടകത്തിന് നമ്മൾ ഫെബ്രുവരിയിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. കേരള കീമിന്
നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. കീമിന് മെഡിക്കൽ മാത്രമല്ല, എൻജിനീയറിങ്ങും ബി.ഫാമും ആർക്കിടെക്ചറും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് വിവിധ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ പ്രതിപാദിക്കാം. അപ്പം ഫെബ്രുവരിയിൽ വരുന്ന ആപ്ലിക്കേഷൻസ് KEA കർണാടകത്തിൻ്റെ വരും, കേരളത്തിൻ്റെതും വരും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയൊരു ഗൈഡൻസ് ആണ് നമ്മുടെ ഒരു പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ലഭിക്കുന്നത്. ശിവൻ സാറ് ഈ ഒരു ടോക്കിനിടയിൽ സാറ് പറഞ്ഞിരുന്നു, ഇപ്പോൾ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു സമയമാണ് പ്രധാനമായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഈ ഒരു പഠനത്തിനിടയിലും നമ്മുടെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ പേരൻസിനെയും കൂടി കൂട്ടി ഈ ഒരു വീഡിയോ കാണുക. പേരൻസിനോട് പറയുക ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കണം. കാരണം അത് വളരെ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയേണ്ട ഈ രണ്ട് കാര്യങ്ങൾ. ഒന്ന് പഠിത്തത്തിൻ്റെ കാര്യം, കാരണം അതിലോട്ട് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ ആധാറിൻ്റെ കാര്യം, അത് വളരെ നിസ്സാരമാക്കി എടുക്കരുത്. ആധാർ അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നുള്ളത്. കാരണം ഈ എപ്പിസോഡിൽ തന്നെ നമ്മളിപ്പോൾ എനിക്ക് ഒരു 10 പ്രാവശ്യത്തിൽ കൂടുതൽ ആ ഒരു വേർഡ് ആധാർ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ അത് നമുക്ക് ആ ഒരു ദിവസത്തെ പെർഫോമൻസിനെ ഒരു തരത്തിലും നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കാൻ പാടില്ല. കാരണം എക്സാമിന് നിന്നു, നമ്മൾ എക്സാം ഹാളിൽ ചെന്നു, അവിടെ നമ്മൾ സമയത്തിന് ചെന്നു, നമുക്ക് ആധാർ അപ്ഡേറ്റഡ് ആയിട്ടില്ല, നമ്മളെ ബയോമെട്രിക് റീഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ഐറിസ് റീഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഫോട്ടോ ഐഡൻറ്റിഫൈ ചെയ്തില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മൾ ഒരു 1:45, 1:50 വരെയൊക്കെ ആ എക്സാം ഹാളിനകത്തോട്ട് കയറാൻ വരാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിനെ എത്രത്തോളം ബാധിക്കും. എത്ര കുട്ടികളാണ് കഴിഞ്ഞ വർഷം ഓടിപ്പോയി 1:45 കഴിഞ്ഞു. അപ്പോൾ നോക്കും, ബാക്കിയുള്ള കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കാനായിട്ട് ഇൻവിജിലേറ്റേഴ്സ് പോകുന്നു, ബെല്ലുകൾ പലതടിക്കുന്നു. അപ്പോഴൊക്കെ നമ്മൾ എക്സാം ഹാളിന് വെളിയിൽ നിൽക്കുകയാണ്. നമ്മളുടെ ബയോമെട്രിക് ആയിരിക്കും ഒരു പക്ഷേ എടുക്കാത്തത്, അല്ലെങ്കിൽ നമ്മുടെ ആധാർ അപ്ഡേറ്റഡ് ആയിരുന്നിരിക്കില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട്. പകരം എല്ലാവരും പരീക്ഷ എഴുതിക്കും കേട്ടോ. ഇനി ആധാർ ഇല്ലെന്ന് ഓർത്തുകൊണ്ടൊന്നും പരീക്ഷ എഴുതിക്കാതിരിക്കുകയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ആധാർ ഇല്ല, ആധാർ എടുത്തിട്ടില്ല എന്ന് വിചാരിച്ച് പരീക്ഷ എഴുതാതിരിക്കുന്നില്ല. എല്ലാവരും പരീക്ഷ എഴുതും. പക്ഷേ 1:45 കഴിയുമ്പോഴത്തേക്ക് 2 മണിക്ക് എക്സാം തുടങ്ങും. നമ്മൾ നമ്മൾ അകത്തോട്ട് കയറ്റുകയാണ്. അപ്പോൾ ഏത് റൂമാണെന്ന് പോലും നമുക്കറിയില്ല. ചെന്നിട്ട് പോയി സീറ്റിലിരിക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്കുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതൊഴിവാക്കാൻ ആധാർ അപ്ഡേറ്റ് ചെയ്യണം. ആ ആധാറിൻ്റെ പേര്, ഫോട്ടോ, ബയോമെട്രിക് എന്നുള്ളതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണമെന്നുള്ളത് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. യെസ്, അപ്പോൾ നീറ്റ് 2026 ഒരു ജേർണി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടത് മറ്റുള്ളവരിലേക്കും ഈ ഒരു വിവരം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് നൽകണം. കൃത്യമായ ഗൈഡൻസ് ആയിരിക്കും ശിവൻ സാറിനൊപ്പം ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലൂടെയും ശിവൻ സാറിൻ്റെ നിരവധിയായ ലൈവുകളിലൂടെയും ബ്രില്യൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും നിങ്ങളിലേക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ നിങ്ങളെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ ടീം ബ്രില്യൻറ്റ് നിങ്ങളോടൊപ്പമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.